സിറാജ് പത്രത്തിൻ്റെ മുൻ ബ്യൂറോ ചീഫ് KM ബഷീറിൻ്റെ മരണം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. എല്ലാവരും മാനസികമായി വലിയ വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. അന്ന് IAS വെങ്കിട്ടരാമൻ എന്നയാളും അയാളുടെ പെൺസുഹൃത്തും കവടിയാറിൽ നിന്ന് ബഷീറിൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ വന്ന് അദ്ദേഹത്തിൻ്റെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്ത് പബ്ലിക് ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കേസിൻ്റെ ട്രയൽ 6 വർഷത്തിന് ശേഷം തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു സാക്ഷി അദ്ദേഹത്തിനെ കണ്ട് തിരിച്ചറിയുകയും ഒരു ഓട്ടോ ഡ്രൈവറായ അദ്ദേഹം അപകടം നേരിട്ട് കണ്ടതുമാണ്. 2019 ഓഗസ്റ്റ് 3 രാത്രി വെളുപ്പാങ്കാലം അടുപ്പിച്ചാണ് ഈ സംഭവം. സിറാജ് പത്രത്തിൻ്റെ മാധ്യമപ്രവർത്തകൻ KM ബഷീർ കവടിയാർ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ടെമ്പററി ഓഫീസിൽ രാത്രി കൊല്ലത്തുനിന്ന് വന്ന് അവിടുത്തെ പത്രത്തിൻ്റെ പബ്ലിക്കേഷനും അടുത്ത ദിവസത്തെ രാവിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അദ്ദേഹം 12:30 മണി 1 മണിയോടുകൂടി കവടിയാർ കൊട്ടാരത്തിന് മുമ്പിലുള്ള ആ പൂന്തോട്ടത്തിൻ്റെ അവിടെ നിന്ന സന്ദർഭത്തിൽ അവിടെ വെങ്കിട്ടരാമനും അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തൂടെ അവിടെ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അത് നോക്കിയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് വാഹനത്തിൽ കവടിയാറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാളയം ഓഫീസിലേക്ക് പോകുന്ന സന്ദർഭം അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്ത് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ബഷീർ ഈ ബൈക്കിൽ പോയ ആൾ ബഷീറാണെന്ന് അവർക്കറിയില്ല, അവരൊരു ഫോട്ടോ എടുത്തു എന്ന് സംശയമുണ്ട്. രാത്രിയാണ് 2 മണി 3 മണിയായി. അവരൊരു പാർക്കിൽ സ്ത്രീയും പുരുഷനും ഇരിക്കുന്നത് കണ്ടിട്ടായിരിക്കാം. അത് വെങ്കട്ടരാമനാണോ എന്ന് KM ബഷീറിന് അറിയോ എന്ന് പറഞ്ഞ സംശയം തന്നെയാണ്. എന്തായാലും ഫോട്ടോ എടുത്തു. ഈ വിവരം അറിഞ്ഞ ശേഷം ആ ബൈക്കിൻ്റെ പിന്നാലെ, ബഷീറിൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തിനോട് പറഞ്ഞു. അവർ വാഹനം അതിന് പിന്നാലെ വിട്ടു. ഗവർണറുടെ രാജ്ഭവൻ്റെ അടുത്ത് എത്തിയപ്പോൾ വാഹനത്തിന് സ്പീഡ് കുറവാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആ പെൺസുഹൃത്തിനെ മാറ്റിയിരുത്തി ഡ്രൈവിംഗ് അദ്ദേഹം നേരിട്ട് എടുത്തു. വെള്ളയമ്പലം ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് മ്യൂസിയം റോഡിലും പബ്ലിക് ഓഫീസ് റോഡിലേക്ക് അദ്ദേഹം 100 മീറ്റർ കൂടുതൽ സ്പീഡിലേക്ക് വണ്ടി ഓടിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് പബ്ലിക് ഓഫീസിൻ്റെ മതിലിൻ്റെ അവിടെ വരെ എത്തിയ അവിടെ നിന്ന് വാഹനം നിർത്തി എന്തോ മൊബൈലിൽ സംസാരിക്കുന്ന ബഷീറിനെ കണ്ട് ആ സമയം ഈ 100-110 കിലോമീറ്റർ സ്പീഡിൽ വന്ന വാഹനം അതിൽ ഇടിപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വാഹനം ആ ആഘാതത്തിൽ ആ ഭിത്തിയിൽ, ഗേറ്റിൻ്റെ ഇപ്പുറത്തുള്ള ഭിത്തിയിൽ അവിടെ മുകളിലോട്ട് ചാരിയിരിക്കുന്നത് കണ്ടു. അതിൻ്റെ ചോട്ടിൽ അദ്ദേഹം വീണ് കിടക്കുന്നത് കണ്ടു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ആരോ ഓടിയെത്തി, അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരെത്തി. ഈ സമയം കാറിൽ നിന്ന് വെങ്കട്ടരാമൻ ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തും ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഇതവിടെയുള്ള ആൾക്കാർ കണ്ടു. അദ്ദേഹം നല്ല മദ്യപിച്ചിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ KM ബഷീറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. എന്നാൽ വെങ്കിട്ടരാമൻ എന്ന IAS അദ്ദേഹത്തിന് മദ്യപിച്ചിരുന്നുള്ള വിവരം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജനറൽ കൊണ്ടുപോയി പരിശോധിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ബ്ലഡ് പരിശോധനയിൽ ലിക്കർ ബ്ലഡിനകത്ത് ഉണ്ടാവും, മദ്യം ബ്ലഡിനകത്ത് ഉണ്ടാകുമെന്ന് സർട്ടിഫിക്കറ്റ് വരും എന്ന് കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം IAS അവിടെ പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അങ്ങനെയാണ് ആ കേസിൻ്റെ സംഭവങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ കേസിൻ്റെ ട്രയൽ ഇപ്പം തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടക്കുകയാണ്.
അവിടെ 2-3 സാക്ഷികളെ വിസ്തരിച്ചു. 4ാമത് വിസ്തരിച്ച സാക്ഷിയും അദ്ദേഹം ആ അപകടം നടത്തിയ, വാഹനം ഓടിച്ച, ഒരാളെ കൊലപ്പെടുത്തിയ ആളെ കണ്ട് തിരിച്ചറിഞ്ഞു. അത് നല്ലൊരു എവിഡൻസാണ്. കാരണം റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്റ്റിൽ തന്നെയാണ് അത് മരിച്ചതെന്ന് വന്നാൽ തന്നെയും ശിക്ഷ ഉറപ്പാണ്. അല്ലാതെ മറ്റൊരു രീതി ചിന്തിച്ചാലും, അദ്ദേഹത്തിനെ ചേസ് ചെയ്തു വന്ന് അദ്ദേഹത്തിനെ അപകടപ്പെടുത്തി എന്ന് ചിന്തിച്ചാലും അതിനകത്ത് കുറ്റം പറയാൻ ഒക്കില്ല. ഒരു IAS ഉദ്യോഗസ്ഥനായ ഒരാൾ മദ്യപിച്ച് ഒരു സ്ത്രീയുമായിട്ട് ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുത്തെന്ന് തോന്നിയ ആളെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ കേസിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കുറ്റച്ചാർജ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ ട്രയൽ നടക്കുന്ന വേളയിൽ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അവിടെ നിന്ന് 3-4 പേരെ വിസ്തരിച്ച് കഴിഞ്ഞ ശേഷം അത് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി. അതിന് പറയാൻ കാരണം അവിടുത്തെ പ്രോസിക്യൂട്ടർക്ക് പ്രതിഭാഗം വക്കീലിന് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ അവിടെ വന്ന് ആർഗ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് താഴത്തെ നിലയിൽ 4ാം കോടതിയിലേക്ക് കേസിൻ്റെ വിചാരണ മാറ്റിച്ച് അവിടെ ട്രയൽ തുടങ്ങുന്നതിന് എതിരെ ബഷീറിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് മാറ്റിയത് ശരിയായില്ല. അവിടെ തഴക്കവും പഴക്കവുമുള്ള ഒരു ഗവൺമെൻറ് പ്രോസിക്യൂട്ടറാണുള്ളത്. ഇപ്പോൾ 4ാം കോടതിയിലേക്ക് അവിടെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പ്രോസിക്യൂട്ടറായിട്ട് ഗവൺമെൻറ് നിയോഗിക്കണമെന്നും അതുകൊണ്ട് അതിനുള്ള ഡയറക്ഷൻ കൊടുക്കണമെന്നും ഹൈക്കോടതി പോയിരിക്കുന്നത്. എന്തായാലും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അന്ന് മുതലേ നമ്മളെപ്പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് വെങ്കട്ടരാമൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി ഏതായാലും ഒരു IASകാരന് യോജിച്ചതല്ല. അദ്ദേഹം ഇപ്പോൾ അഗ്രികൾച്ചർ ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. സർക്കാരിൻ്റെ ഉന്നത പോസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളാണ്. ശ്രീരാം വെങ്കട്ടരാമൻ ഗവൺമെൻറ്റിലെ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഫ ഫിറോസും ഈ കേസിലെ സാക്ഷിയാണ്. അവരെ പ്രതിയാക്കിയിട്ടില്ല. അദ്ദേഹം ഓടിച്ച കാറ് ഇടിപ്പിച്ച് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് രീതിയിൽ ഓടിച്ച് ബഷീറിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്നലെ ബഷീറിൻ്റെ ഭാര്യ കൊടുത്ത റിട്ട് ഹൈക്കോടതി പരിശോധിച്ച് നാളത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ വരും. ഏതായാലും ബഷീറിന് നീതി ലഭിക്കണം. കാരണം നിരപരാധിയായ ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വെങ്കട്ടരാമനെ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പെൺസുഹൃത്ത് വഫ ഫിറോസിനെയും പരിചയമില്ല. പക്ഷേ അദ്ദേഹം മരണം നേരിട്ടു. അതിൻ്റെ നാൾ വഴി കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ വെങ്കട്ടരാമൻ അന്നത്തെ ഒരു DIG ആരോ സുഹൃത്തായിട്ടുണ്ട്. അദ്ദേഹം പോലീസിന് ഡയറക്ഷൻ രാത്രി കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിനെ ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ പരിശോധന നടത്താതെ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി എന്നാണ് അന്ന് വന്ന വാർത്തകൾ. എന്തായാലും KM ബഷീറിന് നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.